പെണ്ണ് ആദിരാമനെ അടിച്ചുപോയി തെച്ചുമിലിക്ക് തുടച്ച് അടിച്ചലക്കി ചോറ് വാർത്ത് കറി വച്ച് അടിച്ചിട്ടിച്ച് പൊടിച്ച് വറുത്ത് നടുപൊടിഞ്ഞു വീണാലും എതിരൊന്നും പറയാതെ വേല ചെയ്യും പാവം പെണ്ണ്. ഒരു വീട്ടിൽ ചെന്നപ്പോ അമ്മിനടി അമ്മായിയമ്മ മരുമോളും പോരാടണ്ടേ മകനെ മയക്കിയെന്ന് അമ്മായിയമ്മ തള്ളയ്ക്ക് താന്തെന്ന് മരുമകനും. അയ്യയ്യോ അയ്യയ്യോ എന്തൊരടി ഏഷൻ കേട്ടെന്റെ ചെവി കൊടുത്തേ. ഏതൊരു വീട്ടിലോ സംശയമാണ് ഭാര്യയ്ക്ക് സംശയം ഭർത്താവിനെ. വേലക്കാരി പെണ്ണിവൾ കുളിച്ചൊരുങ്ങാൻ പാടില്ല കണ്ണെഴുതി പൊട്ടിട്ടാൽ കയറി വിളിക്കും. ആണുങ്ങൾ മയക്കാൻ വന്നിരിക്കുന്നു. അമ്മയും കുഞ്ഞനുജത്തിമാർ പഠിക്കുവാൻ പോകുന്നു പാടുപെടുന്നു ഞങ്ങൾ ജീവിക്കുവാൻ. പുതിയൊരു വീട്ടിൽ വിലക്കി ചെന്നു ഞാൻ കാരി കട്ടമാറി അതിസുന്ദരിയായ പാവം മരുമകൾ മുഷിതയായൊരു അമ്മായി അമ്മയും വേദനത്തുക ചൊല്ലി അമ്മയും മകനും പാടുപെടുത്തുന്നു പാവമ പെണ്ണിനെ. ക്രൂരമായി അടിക്കാറുണ്ടവർ ഭക്ഷണം നൽകാതെ മുറിയിൽ പൂട്ടിയിടുമവരാ സാധുവിനെ. ഒരു ദിനം അമ്മായി അമ്മ വന്നു ഒരു ഗ്ലാസ് പാലിന്റെ കയ്യിൽ തന്നു. പരിഭ്രമത്തോടെ പറഞ്ഞവരെന്നോട് കൊണ്ടുകൊടുത്തു അമുദേവിക്ക്. സംശയമില്ലാതെ ചതിയെന്നറിയാതെ പാലുമായി നാനാ മുറിയിലെത്തി. തളർന്നു കിടക്കുന്ന പാവം പെണ്ണിന് പാല് കൊടുത്തു ഞാൻ തിരിച്ചിറങ്ങി. ശബ്ദം മരണപരാക്രമം പാലിൽ തുറന്നാൻ കണ്ട കാഴ്ച. മുറയും പടയും വന്ന് കണ്ണുകൾ പിടിച്ച് തല തല്ലി നെഞ്ചു പൊട്ടി മരിക്കുന്നൊരാ പെണ്ണ്. തോടിയെത്തി അമ്മായി അമ്മ നെഞ്ചത്തടിച്ചു പറഞ്ഞു പൊന്നുതക്കാൻ വേലക്കാരി എന്റെ മോളെ വിഷം കൊടുത്തു കൊന്നേ. സ്തബ്ധയാ ഞാൻ ബോധം മറഞ്ഞു പോയി. ഉണർന്നപ്പോൾ ചുറ്റിലും പോലീസുകാർ. കിട്ടിയ കാലിൽ നിന്ന് പൊന്നവർക്ക് കളിയായി ഞാൻ കൊലപാതകിയായി. അപമാനം താങ്ങുവാൻ കഴിയാതെ അച്ഛനും അമ്മയും കുഞ്ഞനുജത്തിമാരും കൂട്ടമായി വിഷം കഴിച്ച് മരിച്ചതും അറിഞ്ഞു ഞാൻ. കാലു പിടിച്ച ഞാനേമാരോട് കരഞ്ഞു പറഞ്ഞു നടന്ന കഥയെല്ലാം കൊണ്ടുവന്നവർ അമ്മയെ മകനെയും മാറി മാറിയെന്ന് ചോദ്യം ചെയ്തു. തെരമേകാതെ കുഴഞ്ഞു പോയവർ ഒടുവിലായപ്പോൾ പറഞ്ഞു സത്യം. പാലിൽ വിഷമിട്ട് പെണ്ണിനെ കൊന്നത് മറ്റൊരു കല്യാണം നടത്താനെന്ന്. ഇനി എന്നും കാണും ഞാൻ അമ്മയെ പാവമെന്റെ അച്ഛനെ അനുജത്തിമാരെ. സ്ത്രീയവന്ധനമല്ലേ പുണ്യമല്ലേ സ്ത്രീധനം ക്രൂരതയല്ലേ. സ്ത്രീധനം ക്രൂരതയല്ലേ.